ദക്ഷിണേന്ത്യയിലെ ആദ്യ സയൻസ് സിറ്റി കോട്ടയം കുറവിലങ്ങാട്ട് യാഥാർത്ഥ്യമാകുന്നു. ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 29-ാം തീയതി മുഖ്യമന്ത്രി നിർവഹിക്കും. 2014 തുടങ്ങിയ പദ്ധതി വിവിധ കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടു പോയിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നാണ് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് സയൻസ് സിറ്റി കോട്ടയത്ത് തുറക്കുന്നത്. കുറവിലങ്ങാട് കോടയിൽ 30 ഏക്കറിലാണ് നിർമ്മാണം. ലോകോത്തര നിലവാരത്തിലുള്ള വൈജ്ഞാനിക കേന്ദ്രമാണ് ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. 135 കോടി രൂപ മുതൽ മുടക്ക്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കൂടിയാണിത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മന്ത്രി VN വാസവൻ, ജോസ് കെ മാണി MP എന്നിവർ സയൻസ് സിറ്റി സന്ദർശിച്ചു. ഈ സയൻസ് സിറ്റി ഇതിന്റെ അടുത്ത ഘട്ടം പൂർത്തീകരിക്കുന്നതോടുകൂടി ഗവേഷണ ശൃംഖലകൾ കൂടി സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടാവും. അതെല്ലാം ചേർത്ത് ശാസ്ത്ര സാങ്കേതിക ഗവേഷണ ശൃംഖലകളിലൂടെ പുതിയൊരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. സയൻസ് പാർക്കാണ് ആദ്യഘട്ടത്തിൽ തുറക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക് എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിലും നേട്ടങ്ങൾ കൈവരിക്കാൻ സയൻസ് സിറ്റിക്കാകും. സ്പേസ് തിയേറ്റർ, മോഷൻ സിമുലേറ്റർ തുടങ്ങിയ ഹൈടെക് ഇൻസ്റ്റലേഷനുകളും രണ്ടാം ഘട്ടത്തിലുണ്ടാകും. 2014 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന AK ആന്റണിയാണ് പദ്ധതിക്ക് തറക്കല്ലിട്ടത്. തുടർന്ന് 10 വർഷത്തിന് ശേഷം LDF സർക്കാരാണ് ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചത്. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ സയൻസ് സിറ്റി യാഥാർത്ഥ്യമാവുകയാണ്. പുതുതലമുറയ്ക്ക് ശാസ്ത്രലോകത്തെ അടുത്തറിയാൻ സാധിക്കുന്ന ഈ സ്ഥാപനം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സയൻസ് സിറ്റിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.